പിന്നെ ജനറൽ എഞ്ചിനീയറിംഗ്, അതായത് ഇൻഡിക്കേറ്റ് അതുപോലെയുള്ള മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ വീടിനോട് ചേർന്ന് നടത്തിയാൽ ഈ പൊല്യൂഷന്റെ പ്രശ്നം ഈ വിഭാഗത്തിൽ വരുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, അതുമായി ബന്ധപ്പെട്ട പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നത് എങ്ങനെ, അതിന്റെ വിശദാംശങ്ങൾ ഒക്കെ ചർച്ച ചെയ്യുന്നതിനും നമ്മുടെ ഈ ചടയമംഗലം ബ്ലോക്ക് പ്രവർത്തനപരിധിയായി നിശ്ചയിച്ചുകൊണ്ട് ഒരു ആർട്ടിസാൻസ് വില്ലേജ് രൂപീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിനും മറ്റുമായിട്ടാണ് ഇന്നിങ്ങനെ ഒരു യോഗം ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. മാത്രമല്ല, ഇതിൽപ്പെട്ട പാരമ്പര്യ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. അഖില കേരള വിശ്വകർമ്മ സഭയാണെങ്കിലും വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ആണെങ്കിലും ഇതിലൊന്നും പെടാത്ത പാരമ്പര്യ തൊഴിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരവധി പേരുടെ ഭാവിയിലേക്കുള്ള ഒരു സൂചന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ്. ആ ഗ്രാമത്തില് വില്ലേജ് എന്ന് പറയുമ്പോൾ ആർട്ടിസാൻ ഈ കരകൗശലവുമായി പാരമ്പര്യ തൊഴിലുമായി ബന്ധപ്പെട്ട അതിൽ തൊഴിൽ ചെയ്യുന്ന എല്ലാവരുടെയും കൂടെ കൂട്ടായ്മയാണ്. പിന്നെ ജനറൽ എഞ്ചിനീയറിംഗ്, അതായത് ഇൻഡിക്കേറ്റ് അതുപോലെയുള്ള മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ വീടിനോട് ചേർന്ന് നടത്തിയാൽ ഈ പൊല്യൂഷന്റെ പ്രശ്നം 15 പേര് ചേർന്നിട്ട് ഒരു സൊസൈറ്റി രൂപത്തിൽ ഒരു കാൽപ്പന്റ് വർക്ക്ഷോപ്പ് നമുക്കാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉദ്ദേശിക്കുന്നെങ്കിൽ നമുക്കിതിൻ്റെ മുഴുവൻ പേരും ഓരോരോ ട്രേഡുകളിൽ ഒരേ ട്രേഡാണോ അതോ വ്യത്യസ്തങ്ങളായിട്ടുള്ള ട്രേഡുകളാണോ, എങ്ങനെയാണ്? നല്ല ചോദ്യമാണ്. മുൻകാലങ്ങളിൽ ഒരു ആർട്ടിസൻ സൊസൈറ്റി ഉണ്ടായിരുന്നു, പക്ഷെ അത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു. ഒരു 20 സെന്റ് സ്ഥലം വരെ അതിലുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല. സൊസൈറ്റി ഓടനാവട്ടം ജംഗ്ഷന് അത് വിശ്വകർമ്മയുടെ ആയിരുന്നു. അന്നേരം അതിപ്പം ഒന്ന് റീ ഓപ്പൺ ചെയ്യാൻ എന്തെങ്കിലും മാർഗം? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ടൂറിസം സർക്യൂട്ടായിട്ട് ഇതിനെ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ വേറെ ഏതെങ്കിലും ടൂറിസം ഡെസ്റ്റിനേഷൻ ഉണ്ടോ? അപ്പൊ ഒരു ടൂറിസം ഗുഹാക്ഷേത്രം അത് വേറെ നിങ്ങൾ നശിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അതെല്ലാം നമ്മളൊരു കാലഘട്ടത്തില് ആധുനികതയുടെയും മറ്റു ചില തത്വശാസ്ത്രങ്ങളുടെയൊക്കെ നമ്മളതിനെ കഴിച്ചറിയാൻ അപ്പൊ നമ്മളതിന് ഫലങ്ങൾ അനുഭവിച്ചു. നമ്മളിപ്പോ രൂപമില്ലാത്ത ഒരു തടി എടുത്തിട്ട് അതിനെ പല രൂപങ്ങളിലേക്ക് നമ്മൾ മാറ്റുന്നു. അതെല്ലാം മാൻ പവർ നമ്മളതിന് കൊടുക്കുന്നുണ്ട്. ആ മാൻ പവറിന് നിങ്ങൾ കൊടുക്കുന്ന മാൻ പവറിന് യഥാർത്ഥ അധ്വാനത്തിന്റെ കൂലി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഒരിക്കലും. അതെന്തുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത്? കാരണം പ്രത്യേകിച്ചൊന്നുമില്ല, ഇടനില ചൂഷണം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്വയം സംരംഭകരാകണം എന്ന് പറയുന്നത്. സ്വയം നമ്മൾ സംരംഭകരാക്കുക, അതിൽ നിന്നും നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ നമ്മൾ വിപണനം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക. അപ്പോഴും നമുക്ക് കാശ്